friends, today we are going to discuss the section scientific pathology quiz for the Kerala PSC examination. ഓക്കെ, അപ്പോൾ നമുക്ക് വരാൻ ചാൻസുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദ ടേം ഫോർ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്? അപ്പോസ്റ്റെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ അപ്പോസ്റ്റെറ്റ്സ് ആണ്. മീൻസ് ദ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള പ്രോസസ്സാണ്. അത് അപ്പോസ്റ്റെറ്റിസ് ആണ്. Okay, just move to the next question. A decrease in the size and the number of cells in a tissue or organ is known as, okay, decrease in the number. Okay, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. Atrophy ആണ് ആൻസർ. Atrophy is the term for decrease in the cell size and number leading to a reduction in organ size. Okay, we move to the next question. What type of necrosis is most commonly seen in the ischemic injury such as heart attack? Okay, അതിൽ ഏത് ടൈപ്പാണ് വരുന്നതെന്ന് ഷാൾ വി കൊയാഗുലേറ്റിക് ന്യൂറോസിസ് ആണ് മോസ്റ്റ് കോമൺലി നമുക്ക് ഈ ഹാർട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ഇഞ്ചുറീസിൽ നമുക്ക് വരുന്നത്. കൊയാഗുലേറ്റീവ് മീൻസ് നമുക്കത് ക്ലോട്ടിംഗ് ബേസ്ഡ് ആണെന്ന് ഉദ്ദേശിച്ചാണ് നമുക്ക് ട്രൈ ചെയ്യാതെ. ഓക്കെ, move to the next question. The process by which cell change from one adult cell to another called, ഒരു അഡൽട്ട് സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറുന്നതിനെ പറയുന്ന പേര് ഐ തിങ്ക് മെറ്റാപ്ലാസിയ is a reversible process where one differentiated cell type is replaced by another type cell. ഓക്കെ, അപ്പോൾ മെറ്റാപ്ലാസിയ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത സെല്ല് വീണ്ടും റീപ്ലേസ് ചെയ്ത് മറ്റൊരു ടൈപ്പായിട്ട് മാറുന്നതാണ് മെറ്റാപ്ലാസിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഷാൾ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, which of the following is an example of endogenous pigment that can accumulate in cell? Okay, അപ്പോൾ which type of following, അപ്പോൾ ഇതിൽ ഏതാണ് എൻഡോജീനിയസ് പിഗ്മെൻറ്റ് ദാറ്റ് അക്കുമുലേറ്റ് ഇൻ സെൽ? ഒരു എൻഡോജീനിയസ് പിഗ്മെൻറ്റ് സെല്ലിൽ അക്കുമുലേറ്റ് ചെയ്യുന്ന ഏതാണെന്നാണ്. എൻഡോജീനിയസ് വരുമ്പോൾ എക്സോ ആകുമ്പോൾ പുറത്തുനിന്നായിരിക്കും. എൻഡോജീനിയസ് പിഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അകത്തുനിന്നുള്ളതായിരിക്കും. അപ്പോൾ ടാറ്റൂവിങ്ങിന് ചാൻസ് ഒരു പരിധി വരെ കുറവാണ്. സോ ലിപ്പോഫ്യൂസിനാണ്. ടാറ്റു എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സോ എന്ന് മീൻസ് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇത് എൻഡോജീനിയസ് പിഗ്മെൻ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത് കട്ട് ചെയ്യാം അവിടെ തന്നെ. ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ടാറ്റു ഇങ്ക് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിപ്പോഫ്യൂസിൻ എന്ന് പറയുമ്പോൾ ലിപ്പോഫ്യൂസിൻ ആൾസോ നോൺ ആസ് ദി വിയർ ആൻഡ് ടിയർ പിഗ്മെൻറ്റ് ഈസ് ആൻ എൻഡോജീനിയസ് പിഗ്മെൻറ്റ് ദാറ്റ് അക്കുമുലേറ്റഡ് ഇൻ ഏജിങ് സെൽസ്. ഏജിങ് സെൽസിൽ തനിയെ അകത്തുനിന്ന് അതിൻ്റെ വിയറിങ്ങും ടിയറിങ്ങും ഒക്കെ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി വരുന്നൊരു ടൈപ്പാണ്. Okay, we move to the next question. A meningeal tumor of fibrous tissue is called, fibrous tissue വരുന്ന മെനിജൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നമുക്കത് മെനിജൻ ട്യൂമർ മീൻസ് ഇത് നമുക്ക് സ്പ്രെഡ് ആവുന്നതല്ല, കാർസിനോമ അല്ല, കാർസിനോമ അല്ല. അപ്പോൾ നമുക്ക് ഫൈബ്രോമയാണ്. കാർസിനോമ മീൻസ് നമുക്ക് പടർന്നു പിടിക്കുന്നതാണ്. ഇത് പടർന്നു പിടിക്കുന്നത്. ഫൈബ്രോമ ഈസ് എ മെനിജൻ ട്യൂമർ ഓഫ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ്. Okay. Move to the next question. What is the key difference between a malignant tumor and benign tumor? Okay. Malignant tumor is capsule അല്ല മറ്റത്. Tumors are poorly differentiated അല്ല. Malignant tumor is able to spread other. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. മെലിജൻ ട്യൂമേഴ്സ് മെറ്റാസൈസ് ആണ്. റൈറ്റ് ആൻസർ ഇറ്റ്സ് എബിലിറ്റി ടു സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മളെ ബോഡിയിൽ എല്ലാ പാർട്സിലേക്കും മൂവ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് മെലിജൻ ട്യൂമർ ആൻഡ് ഈസ് ആബ്സെൻറ്റ് ഇൻ മെനിജൻ ട്യൂമേഴ്സ്. ഓക്കെ, next we move to the question. The presence of abnormal cells within a tissue or organ, often a precursor to cancer, is called metaplasia. Not correct answer. Okay, dysplasia ആണ്. Refers to the abnormal development and maturation of cells which is a strong indicator of potential cancerous cells. Okay, അപ്പോൾ presence of abnormal cells within a tissue or organ, ഒരു ഓർഗനിലോ ടിഷ്യൂലോ ഓഫൺ എ പ്രിക്കറിയസ് ടു ക്യാൻസർ ആയിട്ട് ബേസ് ചെയ്ത് വരുന്നതാണ്.
ഓക്കെ, നമ്മൾ ക്യാൻസറസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ക്യാൻസറിന് ചാൻസ് ഉള്ളതാണ്. നമുക്ക് ഈ മെറ്റാപ്ലാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെല്ല് അബ്നോർമൽ ഇൻ എ പ്രിക്കർച്ചറസ് സെൻസിലോട്ട് പോകാത്തതാണ് കേട്ടോ മെറ്റാപ്ലാസിയ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെസ്പ്ലാസിയ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഉറപ്പായിട്ടതൊരു ഇൻഡിക്കേറ്ററാണ്. പൊട്ടൻഷ്യൽ ടു ക്യാൻസറസ് ചേഞ്ചിന് വേണ്ടി ഉറപ്പായിട്ട് പോകുന്ന ടൈപ്പാണ്. What is the term for a blood clot that gas detached from its site of origin and is traveling in the bloodstream? Blood clot has detached from its site. Okay, blood clot അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നത് ഐ തിങ്ക് ത്രോംബോസ് നോട്ട്. ഓക്കെ, എംബ്ലോസ് ആണ് കേട്ടോ. എംബ്ലോസ് ആൻ എംബ്ലോസ് ഈസ് ആൻ ഡിറ്റാച്ച്ഡ് ഇൻട്രാവാസ്കുലർ മാസ്, solid, liquid or gas carried by the blood to a distant site. Yeah. Okay, move to the next question. The failure of a tissue or organ to develop due to the absence of primordium is called the failure of a tissue or organ to develop due to the presence of predominium is called tissue and develop in the absence of primordium dystrophy അല്ല. എപ്ലാസിയാണ് ഈസ് എ ഫെയിലർ ഓഫ് ആൻ ഓർഗൻ ടു ഡെവലപ്പ് ഓർ ഫോം വിച്ച് ഈസ് ഡെവലപ്മെൻ്റൽ anomaly. Yeah. Okay, next question. What is the main function of macrophage in chronic inflammation? What is the main feature of macrophage in chronic inflammation? Chronic inflammation means what is the main function of? അപ്പോൾ മെയിൻ ഫങ്ഷൻ എന്താണ് നമ്മൾ ക്രോണിക്കിൽ അതിൽ വരുമ്പോൾ മാക്രോഫാജിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്നാണ്. നോർമലി നമ്മൾ മാക്രോഫാജ് വരുമ്പോൾ ആൻറ്റിബോഡീസ് ക്രിയേഷൻ ടൈപ്പ് ആവാം, പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡി തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഫാഗോസൈറ്റോസിസ് ആണ്. മാക്രോഫാജസ് നോർമലി ഫാഗോസൈറ്റോസിസ് ആണ്. മാക്രോഫാജസ് ആർ ദ കീ ഫാഗോസൈറ്റിക് സെൽസ് ഇൻ ദ ക്രോണിക് ഇൻഫ്ലമേഷൻ. നമുക്ക് എന്തെങ്കിലും നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മാക്രോഫാജ് എത്തിയിട്ട് ഫാഗോസൈറ്റോസിസ് ആണ് നടത്തുന്നത്. ക്രൂഷ്യൽ റോൾ ഇൻ ദ ഇൻസുലിൻ ടിഷ്യൂ റിപ്പയറിങ് അവർ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് നമ്മുടെ മാക്രോഫാജിൻ്റെ മെയിൻ ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി? ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിക്ക് എക്സാമ്പിൾ പറയുന്നത് കാരിയോളിസിസ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് ഇതൊരു ഡിസൊല്യൂഷൻ of the cell nucleus is a sign of irreversible cell injury and necrosis. അപ്പോൾ ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാരോളിസിസ് ആണ്. ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി മീൻസ് നമ്മൾ ഈ കാരോളിസിസ് നോർമലി ആ സെൽ ഡിവിഷൻ്റെ ആ ഒരു ടൈപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ക്യാൻസറസ് സെൽസ് ബ്രേക്കിംഗ് അവേ ഫ്രം ദ പ്രൈമറി ട്യൂമർ ആൻഡ് സ്പ്രെഡിങ് ന്യൂ ലൊക്കേഷൻസ്. അത് മെറ്റാസ്റ്റാസിസ് ആണെന്ന് പറഞ്ഞാൽ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെൽസ് ഒരിടത്തു നിന്ന് മാറി വേറെ ബോഡി പാർട്സിലേക്ക് പോകുന്നതാണത്. വാട്ട് ഈസ് ദ പാത്തോളജിക്കൽ ടേം ഫോർ ഡ്രൈ ഗാൻജീറിയ? ഡ്രൈ ഗാൻജീറിയ മീൻസ് കൊയാഗുലേറ്റീവ് ന്യൂക്രോസിസ് ആണ് കേട്ടോ. ഡ്രൈ ഗാൻജീറിയ. അപ്പം ഗ്യാസ് ഗാൻജീറിയ എന്ന് പറഞ്ഞാൽ തെറ്റിക്കാൻ വേണ്ടി ആദ്യം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് പാത്തോളജിക്കൽ ടേം? ഡ്രൈ ഗാൻജീറിയ. അതൊരു കൊയാഗുലേറ്റീവ് നെക്രോസിസ് ആണ്. ഡ്രൈ ഗാൻജീറിയ ഈസ് എ ഫോം ഓഫ് കൊയാഗുലേറ്റീവ് നെക്രോസിസ് ഇൻവോൾവിംഗ് ദ മൾട്ടിപ്പിൾ ടിഷ്യൂ ലെയേഴ്സ് ടിപ്പിക്കലി ഡ്യൂ ടു ദ ഏട്രിയൽ ഒബ്സ്ട്രക്ഷൻ. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The accumulation of fluid in the interstitial space is called interstitial spaceൽ പോകുന്ന edemia ആണ്. Edema is a medical term for the accumulation of fluids in the interstitial spaces. ഓക്കെ, അപ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഫ്ലൂയിഡ് പോകുന്നതിൽ അക്യുമുലേഷൻ ചെയ്യുന്നതിനെ പറയുന്ന പേര് ഇഡീമിയാണ്. ഹെമറേജ് അല്ല, ഹെമറേജ് നമുക്ക് മുറിവെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതാണ്. അപ്പോൾ ഇഷ്മിയ എന്ന് പറയുമ്പോൾ ഈസ് ഇന്നഡിക്കേറ്റ് ബ്ലഡ് സപ്ലൈ ടു ദ ഓർഗൻ ഓഫ് ബോഡിയിൽ ആവശ്യമുള്ള നമുക്ക് ബ്ലഡ് സപ്ലൈ ഓർഗൻസിലേക്ക് പോകുന്നതാണ് ഇഷ്മിയ. നമ്മൾ ഇഡീമിയ എന്ന് പറയുമ്പോൾ edema is a medical term for accumulation of fluid in the interstitial space. Okay, move to the next question. What is a thrombus? എന്താണ് thrombus? Thrombus means
ത്രോംബസ് എന്ന് പറയുമ്പോൾ എ ബ്ലഡ് ക്ലോട്ട് ഫോം ഇൻ ദ ബ്ലഡ് വെസൽ ഓർ ഹാർട്ടിലോ ബ്ലഡ് വെസലോ നമുക്ക് ബ്ലഡിൻ്റെ ക്ലോട്ട് ഉണ്ടാകുന്നതിന് ത്രോംബസ് നമുക്ക് അതിൽ തന്നെ ഒരു കോഡുണ്ട്. മീൻസ് ത്രോംബസ് നമുക്ക് ഫൈബ്രസ് ത്രോംബസ് അതൊക്കെ ബ്ലഡിൻ്റെ ക്ലോട്ടിങ് അത് ബേസ് ചെയ്തിട്ട് വരുന്നതാണല്ലോ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് ഓഫ് ഈസ്നോഫിലിന് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന അതാണ്. ഈസ്നോഫിൽ നോർമലി അലർജിക് റിയാക്ഷൻസ് ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് നമുക്ക് ഈസ്നോഫിൽ ആർ ദ പ്രൈമറി ഇൻഫ്ലമേറ്ററി സെൽസ് ഇൻ അലർജിക് റിയാക്ഷൻ ആൻഡ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ. കറക്റ്റ് ആണ്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽസ് ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ഓർഗൻ? അപ്പോൾ എന്ത് ടേമാണ് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽ ലീഡിങ് ടു ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ഓർഗൻ? അപ്പോൾ ഇത് ഏതിലാണ് വരുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടേം ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് സെല്ല് ലീഡിങ് ടു ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ഓർഗൻ? സെല്ല് കൂടുമ്പോൾ ഇത് നമുക്കത് കൂടും. അത് ഹൈപ്പർട്രോഫി ഈസ് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ്. അത് ശരിയാണ്. ഹൈപ്പർട്രോഫിയാണ് കേട്ടോ. ഓക്കെ. കംപ്ലീറ്റ് ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ അവൻ ഓർഗൻ ടിഷ്യൂ. നമ്മൾ ഇഷീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്കലല്ല, നമ്മൾ സപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഹൈപ്പർമിയ ആവാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇഷീമിയ തന്നെ. ഇഷീമിയ ഈസ് ദ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ ക്യാൻ ബി പാർഷ്യലി ഓർ കംപ്ലീറ്റ്. അങ്ങനെയായിരുന്നു, പാർഷ്യലി ഓർ കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഇഷീമിയ തന്നെയാണ് ആൻസർ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടേം ഫോർ എ ലോക്കൽ ഏരിയ ഓഫ് ടിഷ്യൂ necrosis caused by the obstruction of blood supply? ലോക്കൽ ഏരിയ ടിഷ്യൂ നെക്രോസിസ് ബ്ലഡ് സപ്ലൈ വരുമ്പോൾ ഇൻഫ്രാക്റ്റ് ഈസ് an area of ischemic necrosis caused by the occlusion of either the arterial supply or the venous drainage in a particular tissue. Okay. Move to the next question. What is which of the following is an example of type of fourth hypersensitive reaction? അപ്പോൾ റിയാക്ഷൻസ് ഒന്ന് ഫുള്ള് നോക്കണം കേട്ടോ. അലർജറ്റിക് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ആണ് കേട്ടോ. കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ആണ് ടൈപ്പ് 5. കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ആണ് ടൈപ്പ് 4. ടൈപ്പ് 4 വരുന്നത് നമ്മൾ കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ഈസ് എ ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ. ഇത് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഡിലേഡ് ടൈപ്പാണ്. നമ്മൾ കോണ്ടാക്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്ക് നോർമലി കാറ്റിലൂടെ പകരുന്ന പോലെ അല്ലല്ലോ നമ്മൾ കോണ്ടാക്റ്റ് എപ്പോഴും നമ്മൾ വരുന്നത് ഒരു ഡിലേ ചെയ്തിട്ടല്ലേ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യില്ല, നമുക്ക് പയ്യെ കോണ്ടാക്റ്റ് ചെയ്യും. അപ്പോൾ മീഡിയേറ്റഡ് ബൈ T സൈപ്ഡ് സെൽസ് വെച്ചിട്ടാണ് നടക്കുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ ടേം പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫോംഡ് വിത്തിൻ എ ബ്ലഡ് വെസൽ ഈസ് ദ ആബ്സെൻസ് ഓഫ് ബ്ലീഡിങ്? ആബ്സെൻസ് ഓഫ് ബ്ലീഡിങ്ങിൽ വരുന്ന ഹെമറേജ് അല്ല. ഓക്കെ. വാട്ട് ഈസ് ദ ടേം ഓഫ് പ്രോസസ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫോമിങ് വിത്തിൻ എ ബ്ലഡ് വെസൽ ആബ്സെൻസ് ഓഫ് ബ്ലീഡിങ്? ത്രോംബോസിസ് ഈസ് എ പാത്തോളജിക്കൽ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫോമിങ് ഇൻ ബ്ലഡ് വെസൽസിൽ നടക്കുന്നു. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് എന്താണ്? ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ lymphocyte and macrophage infiltration ആണ്. Infiltration by lymphocyte and macrophage is the key features of a chronic inflammation. The process of engulfing and digesting foreign particle cells and pathogen is known as അതിനെ പാത്തജൻ ഫാഗോസൈറ്റോസിസ് അല്ലേ? കറക്റ്റാണ്. ഫാഗോസൈറ്റോസ് ആണ് നമ്മൾ ഇവിടെ നശിപ്പിക്കുന്ന പ്രോസസ്സ്. What is the term for a localized area of pus collected in an inflamed tissue? Okay. Inflamed tissue വരുന്നു. Okay, just wait. Localized pus inflamed tissue abscess ആണ്. Abscess is a localized collection of pus often walled off in an inflamed tissue. Move to next question. A congenital absence of an organ due to failure in development is called aplasia. Aplasia is the complete or partial failure of an organ or tissue to develop leading to its absence. അപ്ലാസിയ എന്ന് പറഞ്ഞാൽ എന്തൊരു കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ഫെയിലർ ഓഫ് ആൻ ഓർഗൻ, ഒരു ഓർഗൻ്റെ ഫെയിലർ ആണ് ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു ഇറ്റ്സ് ആബ്സെൻസ്. ഓക്കെ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a feature of hydrophic swelling? Hydrophic swelling in the feature ആയിട്ട് വരുന്നത് എന്താണ്? Which of the following is a feature of hydrophic swelling? Cellular swelling. Wait to next question. No. Clear cytoplasm
due to water accumulation. Okay, that is the answer. Okay, what is the primary role of fibroblast in tissue repair? What is the primary role of fibroblast in tissue repair? Primary റോൾ എന്താണെന്നാണ് ഫൈബ്രോബ്ലാസ്റ്റിന് വരുന്ന പ്രൈമറി. ഫൈബ്രോബ്ലാസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു കൊളാജനും ഫൈബ്രോബ്ലാസ്റ്റ് വന്നിട്ട് നമുക്കൊരു കൊളാജനും അതൊക്കെ ഒരു സറൗണ്ടിങ് സെറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമുക്കൊരു ഫൈബർ പോലത്തെ നെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള സംഭവം സെറ്റ് ചെയ്യും. എ കൺജന്റിയൽ മാൽഫോർമേഷൻ ഓഫ് ഹാർട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹാർട്ടിനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഡെവലപ്മെൻറ്റൽ അനോമലിയാണ്. കൺജന്റൽ മാൽഫോർമേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റൽ അനോമലി ഇൻ ഡിഫക്റ്റീവ് പേഴ്സൺ. ഓക്കെ, അറ്റ് ബർത്ത്. ഓക്കെ, നമ്മൾ 30 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻ നമ്മൾ ടോട്ടലി 100 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.